മമ്മൂക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് തോന്നല്ല, ഞാൻ അങ്ങനത്തെ ഒരു മനുഷ്യനൊന്നും ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. എനിക്ക് പോലും അതിനൊക്കെ ചാടിയുണ്ട്. നമുക്ക് ഭയങ്കര ചാടയെന്ന് എല്ലാവരും പറയാം. പക്ഷെ എനിക്ക് തോന്നുന്നു എനിക്കതിലും ചാടിയുണ്ട്. കാരണം ഞാനിപ്പോ ഒരു വാട്സാപ്പ് മെസ്സേജ് കണ്ടിട്ടുണ്ടെങ്കിൽ ഒരു പുതിയ ആള് ആരെങ്കിലും സിനിമയിൽ നിന്ന് പുതിയ ആൾക്കാർ മെസ്സേജ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഹായ് ബ്രോ നമ്മൾ പടം കണ്ടു, ഓക്കെ താങ്ക് യു, അത്രേ ഉള്ളൂ. പക്ഷെ മമ്മൂക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആര് മെസ്സേജ് അയച്ചാലും പുള്ളി റിപ്ലൈ കൊടുക്കും. ആര് പുള്ളി ശരിയാ, ഞാൻ കണ്ടിട്ടുണ്ട്. ബർത്ത്ഡേ വിഷ് ചെയ്താൽ ഒരു സ്മൈലി എങ്കിലും തിരിച്ചു കൊടുക്കാറുണ്ട്. എങ്ങനെ ചെയ്യുന്നു എനിക്ക് മനസ്സിലാവുന്നില്ല. നമുക്ക് എല്ലാവർക്കും ബർത്ത്ഡേ വിഷ് ചെയ്യുന്നുണ്ട്, ബർത്ത്ഡേ വിഷ് ചെയ്യും കറക്റ്റ് ടൈമില്, എല്ലാവർക്കും റിപ്ലൈ കൊടുക്കുന്നുണ്ട്, എല്ലാ കല്യാണത്തിനും പോകുന്നുണ്ട്, സിനിമയിൽ അഭിനയിക്കുന്നുണ്ട്, എല്ലാ സിനിമ കാണുന്നുണ്ട്. ഇതിനൊക്കെ ഒരാൾക്ക് എവിടെന്ന സമയമെന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. ഞാൻ ആലോചിച്ചിട്ടുണ്ട്, രാവിലെ കല്യാണത്തിന് പോയി കഴിഞ്ഞാൽ 1 മണിക്കൂർ ഞാൻ കാൽക്കുലേറ്റ് നോക്കിയിട്ടുണ്ട് ശരിക്കും പുള്ളി എങ്ങനെ വർക്ക് ചെയ്യുന്നതെന്ന് അറിയാൻ വേണ്ടിട്ട്. ഷൂട്ടിംഗ് പോകണ്ടേ, അത് ഇത്ര തിരക്ക, ഒരു പുള്ളി റെസ്റ്റ് എടുക്കുന്നില്ല, ഷൂട്ടിങ്ങിന് പോകണം, കല്യാണത്തിന് പോകണം, എല്ലായിടത്തും എങ്ങനെ എത്തുന്നു ഇതുവരെ മനസ്സിലായിട്ടില്ല. സത്യം, സ്ക്രിപ്റ്റ് വായിക്കാൻ തന്നെ 2-2.5 മണിക്കൂർ എടുക്കും. അത് 4 സ്ക്രിപ്റ്റ് വായിച്ചു കഴിയുമ്പോ തന്നെ നമുക്ക് ഒരു ദിവസം നമ്മുടെ കഴിയും. നമ്മളെ ബാക്കി റെസ്റ്റ് ഒക്കെ എടുക്കണമല്ലോ, നമുക്ക് ഫുൾ ടൈം ഇരുന്ന് വായിച്ചോണ്ടിരിക്കാൻ പറ്റില്ലല്ലോ. ഈ പ്രോസസ് ഒക്കെ എന്താണെന്ന് പോയിരുന്നു അവിടെ പോയിരുന്നു പഠിക്കണത്, പുള്ളി എന്താ ചെയ്യണമെന്നുള്ളത് അറിയാൻ ശ്രമിക്കണം നമ്മള്. അതാണ് മമ്മൂക്കിനോട് ചോദിക്കേണ്ടത്, അല്ലാണ്ട് മമ്മൂക്കിന്റെ രഹസ്യം എന്താണെന്നല്ല, എങ്ങനെ ടൈം മാനേജ് ചെയ്യുന്നു. അതെ, മമ്മൂക്കിയുടെ സമുദ്രത്തിന്റെ രഹസ്യം എന്താണെന്ന് നമുക്ക് ചോദിച്ചറിഞ്ഞിട്ട് നമുക്കും അങ്ങനെ ആവാൻ പറ്റും. എന്തിനാ എല്ലാവരും അങ്ങനെ ചോദിക്കുന്നത് എനിക്ക് അറിഞ്ഞു.